ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കുടുംബസ്വത്ത് വീതം വയ്ക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ ഓഫീസറും ആധാരമെഴുത്ത് ഓഫീസിലെ ജീവനക്കാരനും വിജിലൻസിന്റെ പിടിയിലായി. സബ് രജിസ്ട്രാർ ഓഫീസർ എസ് അനിൽ ജോസ്, ഓഫീസ് ജീവനക്കാരനായ ബഷീർ എന്നിവരാണ് ഇന്ന് പിടിയിലായത്. 60,000 രൂപ ഇവരിൽ നിന്ന് കണ്ടെടുത്തു. എടപ്പാൾ സംസ്ഥാന പാതയിൽ മാണൂരിൽ ഭക്ഷണം കഴിക്കാനെത്തിയ 3-അംഗ സംഘം ഹോട്ടലിൽ അക്രമം നടത്തിയതായി പരാതി. മാണൂർ വലിയ പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന PM റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമമുണ്ടായത്. അഴുകിയ മാംസ വിളിമ്പ് റെസ്റ്റോറന്റിന് 50,000 രൂപ പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. വളാഞ്ചേരിയിലെ വാഴക്കാടൻ ജിഷാദ് നൽകിയ പരാതിയിൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിലെ സാൻഗോഡ് റെസ്റ്റോറന്റിനെതിരെയാണ് കമ്മീഷന്റെ വിധി. മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും നിലവിൽ തൃക്കലങ്ങോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗവുമായ AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കണ്ണമംഗലം എരണിപ്പടി സ്വദേശിയാണ്. അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സമസ്തയിലെ ഉന്നത നേതാവിന്റെ ബന്ധുക്കൾ പ്രതികളായ വ്യാജ നിയമന കേസിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്ക് സർക്കാർ വിലക്ക്. കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് സ്കൂളിലെ 3 അധ്യാപകർക്ക് വ്യാജ നിയമന രേഖയുണ്ടാക്കിയ 1 കോടി രൂപയോളം സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ കേസിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപടിക്കൊരുങ്ങിയപ്പോഴാണ് സർക്കാർ ഇടപെടൽ. ഒറ്റ രാത്രി കൊണ്ട് ആനക്കൂട്ടം നശിപ്പിച്ചത് 1/2 ഏക്കർ സ്ഥലത്തെ മുഴുവൻ കൃഷിയും. 1-ാം പടിയിലെ വലിയ പറമ്പിൽ ബഷീറിന്റെ കൃഷിയാണ് നശിപ്പിച്ചത്. കമുകുകളിൽ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ പിച്ച് ചീന്തി നശിപ്പിച്ചു. 6 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് കൃഷി നശിപ്പിച്ചത്. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് പദ്ധതി ഒരുങ്ങുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പിലാക്കാൻ തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ഏറനാട് താലൂക്ക് ഓഫീസിൽ ഫയൽ അദാലത്തിൽ 648 ഫയലുകൾ തീർപ്പാക്കി. വില്ലേജ് ഓഫീസുകളിൽ നിന്നും വിവിധ പരാതികളിൽ 402 റിപ്പോർട്ടുകളും അദാലത്തിൽ സമർപ്പിച്ചു. അവ കൂടി 2 ആഴ്ചയ്ക്കകം തീർപ്പ് കൽപ്പിക്കും. മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ ആര്യ VM പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ മഞ്ചേരി യൂണിറ്റ് സമ്മേളനം നടത്തി. സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.